എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. ഇന്ന് പടവലം കൃഷിയെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒത്തിരി പടവലങ്ങ പിടിച്ചിട്ടുണ്ട്. ഒത്തിരി വിൽക്കുകയും ഒത്തിരി വീട്ടിലെ ആവശ്യത്തിനും കൂട്ടുകാർക്കും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് കാണാം. ഇതാണ്ട, നിറയെ പടവലമുണ്ട്, നിറയെ പടവലം. കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. കായ്ച്ചയുടെയൊക്കെ ശല്യമുണ്ട് എങ്കിൽ പോലും കെണി ഒത്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ഒത്തിരി കീടശല്യങ്ങളുണ്ട്. എന്നാൽ പോലും ഞാൻ ഒരു വിധത്തിൽ അത് കൊണ്ടുപോവുകയാണ്. കണ്ടോ, ഇത് കണ്ട. പിന്നെ ഈ കെണി ഇട്ടിട്ട് കൂടെ ഇതിനകത്ത് നിറച്ച് കായ്ച്ചകളാണ്. കണ്ട. അപ്പോൾ ഇതിൻ്റെ പരിചരണത്തെ പറ്റി ഞാനധികം പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഓരോ കൃഷി പറയുമ്പോഴും അതിൻ്റെ ഓരോ വിധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. വിത്ത് നമ്മൾ എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ആദ്യം മുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ, അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ സുഡോമോണസ് ലായനിയിൽ ഒരു 4 മണിക്കൂർ ഇട്ട് വയ്ക്കുക. എന്ന് വെച്ചാൽ കീടങ്ങളുടെ ശല്യമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കണ്ടോ, പടവലം നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ പടവലം കണ്ടോ, നിറയെ പടവലം. എന്നിട്ട് നമ്മൾ സാധാരണ മണ്ണൊരുക്കുന്നത് പോലെ തന്നെ ചാണകവും അല്ലെങ്കിൽ കോഴിക്കാഷ്ടം, മണ്ണ്, കുറച്ച് ചകിരിച്ചോറ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമുക്ക് മുട്ടത്തോടിനകത്ത് ചെയ്യാം, വിത്ത് പാകാം, തറയിൽ പാകാം, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല കുമ്പിൾ വെട്ടി അതിൽ ചെയ്യാം. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ ചെയ്യാമോ. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിലം ഒരുക്കിയിട്ട് നിലത്ത് തന്നെ ചെയ്യുന്നത്. പിന്നീട് അതൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട പരിപാടി വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഒരാഴ്ചയാകുമ്പോഴേക്കും അതിന് 3-4 ഇല വന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എല്ലുപൊടി, പിണ്ണാക്ക്, ചാണകം, ഇത് 3 കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അതിന് ചോട്ടിലിട്ട് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിക്കും. പ്രത്യേകം ആദ്യമായിട്ട് പറയേണ്ടത്, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അത് നടേണ്ടത്. എന്നാലേ പടവലവും അങ്ങനെയുള്ള വള്ളി സാധനങ്ങളൊക്കെ നന്നായിട്ട് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് 7 ഇലപ്പരുവാകുമ്പം വീണ്ടും നമ്മൾ ചാണക സ്ലറി, അങ്ങനെയുള്ള ചെറിയ ചെറിയ വളങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാനവിടെ ഒരു ബക്കറ്റിൽ സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കണ്ടോ ഇളക്കി കൊടുക്കും. ഇത് എന്ന് വെച്ചാൽ ചാണകവും പയറുപൊടിയും ശർക്കരയും എല്ലുപൊടി, വേപ്പും, പിണ്ണാക്ക് ഇതെല്ലാം കൂടെ കൂടിയതാണ്. എന്നിട്ട് അതിനെ നമ്മൾ അതിനെ ഇളക്കി ഒരു 10-15 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം ആയാലും കുഴപ്പമില്ല, നമുക്കെടുത്ത് തുടങ്ങാം. അതിനെ അരിച്ച് നേർപ്പിച്ച് ഒരു മഗ്ഗിന് 5 ഇരട്ടി വെള്ളവും ചേർത്ത് അതിനെ നമ്മൾ നീട്ടിയെടുത്ത് അതിനെ ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ല കരുത്തോടുകൂടി അവർ വരും. ഇത് കണ്ട പടവലം കിടക്കുന്ന കണ്ടില്ലേ. ഇവിടെ കമ്പിനെറ്റാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് അത് അതിൻ്റെ ഇടയിലെല്ലാം പോയി കിടപ്പുണ്ട്. ഫ്രഷായിട്ട് ആൾക്കാർ ഇവിടെ വന്ന് രാവിലെ വാക്കിനൊക്കെ പോകുന്നവർ ഇവിടെ കയറി വന്നിട്ട്
അവർ എല്ലാം കണ്ട് അവർക്കിഷ്ടമുള്ള പടവലം നോക്കി അവർ പിച്ചെടുത്തുകൊണ്ട് പോകും. കണ്ടോ പടവലം നിൽക്കുന്ന കണ്ടോ? ഈ നമ്മൾ മഞ്ഞക്കെണി ഇതാണ്ട ഈ പേപ്പറും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഈച്ചകൾ വരും. പിന്നെ ഫെറമോൺ കെണി എന്ന് പറയുന്ന സാധനം നമ്മൾ വെച്ചിട്ടുണ്ട്, അതിനകത്തും കീടങ്ങളെ നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ ഈ പേപ്പർ മഞ്ഞക്കെണി ഉണ്ടോ, ഇതിനകത്ത് ഈ സാധനത്തിൽ നിറച്ച് ഈച്ചകളൊക്കെ ഉണ്ട്. ഫെറമോൺ കെണി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അടി നോക്കിയാൽ അറിയാം, കറുത്തിരിക്കുന്ന കണ്ടോ. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്തെല്ലാം ഇതാണ്ട് അതിനകത്ത് തന്നെ നിൽപ്പുണ്ട്, പുറത്ത് നിൽപ്പുണ്ട് ആൾ. ഇവരൊക്കെയാണ് ശല്യക്കാർ. കണ്ടോ ഏത് നേരവും പറന്ന്. പിന്നെ ഞാൻ ഇന്ന് പുതിയ ഒരു ഇത് ഈ പ്രാണികളെ തുരത്താൻ വേണ്ടിയിട്ട് തുളസി അരച്ചെടുത്ത് അതിനകത്ത് പാരസെറ്റമോൾ ടാബ്ലറ്റ് പൊടിച്ചിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് അത് പ്രത്യേകിച്ച് ഈ ഫീമെയിൽ കീടങ്ങളെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയും. പിന്നെ പച്ചക്കറികളുടെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ വൈറ്റമിൻസും ഉണ്ട്. നമുക്ക് നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം, സാമ്പാറിൽ ഉപയോഗിക്കാം, മെഴുക്ക് പുരട്ടാം. പിന്നെ എല്ലാം നല്ല രുചിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിള്ളേരെ കൊച്ചുമക്കളെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാതെ ഇതെല്ലാം കുഞ്ഞിലേ കൊടുത്ത് നമ്മൾ വളർത്തണം, അവരെ പഠിപ്പിക്കണം ഇതൊക്കെ കഴിക്കാൻ കുഞ്ഞിലേ തൊട്ട്. എൻ്റെ കൊച്ചുമോൻ പച്ചക്കറി കഴിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഉണ്ടോ പടവലം നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലായിടും ഉണ്ട്. പിന്നെ അവനെ പിന്നെ ഞങ്ങൾ പയ്യെ ട്രെയിൻ ചെയ്ത് ഇപ്പം അവനെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആരോഗ്യമുള്ള ചെടികൾ കണ്ട് അതിലെ കൂടെ എല്ലാം ഇവർ ഓടുന്നുണ്ട് കേട്ടോ, കീടങ്ങൾ ഓടുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കായം പൊടിച്ച് സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ് ഇതിന് വേണ്ടിയിട്ട്. ഇതാണ്ട് ഇവിടെ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് അതെല്ലാം ഇരിക്കുന്നത്. നമ്മൾ കവറിലിട്ടിട്ടുണ്ട്, പക്ഷേ ചില സമയത്ത് അത് അവിഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല കവറിലിടാനായിട്ട്. അല്ലേ, ഇത് നീളം പടവലമാണ്, ഇത്രയും നീളമുണ്ട്. ഞാൻ കല്ല് കെട്ടി തൂക്കിയില്ല, അതുകൊണ്ട് അതൊരു ശകലം വളഞ്ഞൊക്കെ ആയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കി കണ്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാം, കഴിക്കാം. അതൊരു സന്തോഷമല്ലേ, ഫ്രഷായിട്ട് ചെടിയിൽ നിന്ന് തന്നെ പറിച്ച് നമ്മൾ ഇത് പാവയ്ക്ക വെച്ചിരിക്കുക. കണ്ടോ, പാവയ്ക്കയാണ്, പക്ഷെ അത് എന്നിട്ടും ചീത്തയായി പോകുന്നു. എല്ലാം നന്നായിട്ട് വളരുന്നുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന സമയം, വെറുതെ ഇരിക്കുന്ന സമയം നമുക്കിതുപോലെ ഒരു കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇതാണ് നമ്മളുടെ കീട ശല്യം ചെയ്യുന്ന ആൾ. എത്ര എന്ത് ചെയ്താലും ഇവർ ഓടിപ്പോകത്തില്ല. നോക്കിയേ, ഞാൻ പിന്നെ കൈ കിട്ടുമ്പോൾ ഇതിനെ ഞെരടി ഇങ്ങനെ കൊന്നുകളയും. കണ്ട, അങ്ങനെയും പെട്ടെന്നൊന്നും ചാവുന്നതല്ല. നോക്കി ഓടി നടക്കുന്ന കണ്ട. ഇതുപോലെ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ വേപ്പെണ്ണയും സോപ്പ് ലായനിയും ഇച്ചിരി ബേക്കിംഗ് സോഡയും ഇട്ട് കലക്കി നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒത്തിരി നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ അമർത്തണം, എന്നാലേ എൻ്റെ പുതിയ
വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുവരെ ഓക്കെ, നന്ദി, നമസ്കാരം.